പ്രാസംഗിക പെയിൻ പ്രശ്നം. അപ്പൊ ഞങ്ങൾ രഘു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പ്രസംഗം എന്റെ പണിയല്ല, ആൾക്കാരെ സംഘടിപ്പിക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെ ഞാൻ അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ടുള്ള പ്രാവീണ്യൊന്നും എനിക്കില്ല. എന്നാൽ രഘുനാഥ് ആണെങ്കിൽ ഈ കാര്യത്തിൽ പ്രാവീണ്യം തെളിയിച്ചൊരു വ്യക്തിയാണ്. രഘുനാഥ് തന്നെയായിരിക്കണം ഈ ഗ്രൂപ്പിലെ കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെ. ഞങ്ങൾ ഈ ഡിപ്ലോമയുടെ ഒരു ഗ്രൂപ്പ് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ നല്ല ധാരണകളാണ് രഘുനാഥ് നമുക്കതൊന്ന് വിശദീകരിക്കും. ഓക്കെ, രണ്ടു വാക്ക് സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കും. നരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു പ്രാസംഗികനൊന്നുമല്ല. ഇതുപോലെ ഒത്തുകൂടുന്ന സന്തോഷം. എല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാർ റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കൂടുതലായിട്ടുള്ള എല്ലാവർക്കും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അത് ആ സമയത്ത് ഞാൻ പറയാൻ വിചാരിക്കുന്നു. രഘുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. രഘു പിന്നെ PTA മീറ്റിങ്ങിന് എല്ലാം വിളിച്ചു കൂട്ടി അതിൻ്റെയൊക്കെ പ്രതീക്ഷയാണ്. നമ്മള് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പലർക്കും പല സാഹചര്യം ഇന്ന് സൺഡേ അല്ലാത്തതുകൊണ്ടും പലരും സൺഡേ ആയിരുന്നു പലരും പ്രൊഫഷണൽ പങ്കുവയ്ക്കുക, അങ്ങനെയുള്ള വേദിയായിട്ടും കൂടി നമ്മൾ എടുക്കണം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഈ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഗെറ്റ് ടുഗദറിൽ നമ്മളെ താങ്ക്സ്. അപ്പോൾ ജീവിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലരും വളരെ വിദ്യാഭ്യാസപരമായിട്ടും അവന് പ്രൊഫഷണലായിട്ടും മറ്റുള്ള എല്ലാ ഫീൽഡിലും നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഇരിക്കുന്ന പല വ്യക്തികളും നമ്മളൊക്കെ പഠിച്ചിരുന്ന കൂട്ടുകാർ പലരും പല മേഖലകളിലും ഔന്നത്യങ്ങളിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെ അഭിമാനിക്കാം. നമ്മുടെ വേറെ കോളേജിൽ കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമുണ്ട്. ഇപ്പോൾ ബേസിക്കലി ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ സഹധർമ്മിണിയെ കൂട്ടിയിട്ട് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങളുടെ മക്കളുടെ സന്തോഷം, അതുപോലെ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് സ്പെൻഡ് അവരെ കോളേജ് നമുക്ക് പഠിക്കുന്ന സമയത്തുണ്ടായ നമ്മുടെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാം. എന്തായാലും നമുക്ക് 1 മണി വരെ സമയമുണ്ട്. 1 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്ര സമയം അല്ലെങ്കിൽ ഒരു ബോറിംഗ് സെക്ഷൻ ആവാൻ പാടില്ല. എല്ലാവരും ഇന്ററാക്ട് ആവണം, എല്ലാവരും മനസ്സ് തുറക്കണം. നമ്മൾ ആ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ പേഴ്സണൽ ഈഗോ ഇത് മാറ്റി പോകും. പേഴ്സണൽ ഈഗോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല ഓപ്പണായിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ പേഴ്സണൽ ഇൻട്രഡക്ഷനിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ സംസാരിക്കാം. ഞാൻ ഓരോരുത്തരെയും ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവരുടെ സഹധർമ്മിണി ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചു നിർത്തി സംസാരിക്കണമെന്നൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. പേരെടുത്ത് ക്ഷണിക്കുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ നരേന്ദ്രൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഭൂപേഷ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേദിയിൽ നിന്ന് ഓരോരുത്തർ സദസ്സിൽ നിന്ന് ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വെറുതെ ഒരു വെൽക്കം മിസ്റ്റർ ആന്റണി. അപ്പോൾ നമുക്ക് നരേന്ദ്രൻ സ്റ്റാർട്ട് ചെയ്യാം. നരേന്ദ്രൻ്റെ ബിസിനസ്സിന് എന്തോ പേഴ്സണൽ എൻഗേജ്മെന്റ് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രാക്ഷൻ ആവണം. നമ്മുടെ ഒരു ഈ യൂണിറ്റി അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ നമുക്ക് നന്നായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന വിധത്തിലാകണമെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കണം. അതായിരിക്കും നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഉദ്ദേശിക്കുന്നത് കൂട്ടായ്മയിലെ സ്നേഹത്തെ കുറിച്ചൊരു പാട്ട് പാടാൻ ഞാൻ വിചാരിക്കുകയാണ്. പാടാൻ ശ്രമിക്കുകയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ മുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താരാ നാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ചന്ദ്രൻ 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ പാതാളബിംബത്തിൽ ചന്ദ്രൻ സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു. സൂര്യനെ കാണും നീ തേജസ്വനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു. സൂര്യനെ കാണും നീ തേജസ്വനി. യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെയല്ലയോ. ഘോരസർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരൻ അമ്മേ. ഘോരസർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചവൾ അമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെയല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളി. ഓണല്ലേ ലൈറ്റ് കാണാം. എൻ്റെ പേര് വേണു, ഇതുപോലെ കൃഷ്ണകുമാരി. സംഭവ ബഹുലമല്ലാത്ത ഒരു കോളേജ് ലൈഫ് 7 വർഷം. അത് കഴിഞ്ഞ് MSc കെമിസ്ട്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തം ബിസിനസ്സായിട്ട്, അത് ഇതുവേണ്ടി ആരും ബന്ധമില്ലാത്ത ബിസിനസ്സായിട്ട് ഇറങ്ങി. ഇലക്ട്രോണിക്സ് ഇതൊന്നും പഠിച്ചിട്ടല്ല, ചെന്ന് പെടുകയാണ്. ഇലക്ട്രോണിക്സ്, HVAC, മെക്കാനിക്കല്, ഈ വക ഫീൽഡുകളിലേക്ക് ഇറങ്ങി തിരികെ. ഈ പഠിച്ച കാര്യവും ചെയ്യണ വസ്തുക്കളും യാതൊരുവിധ ബന്ധവുമില്ല. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. മുമ്പ് തന്നെ വൈഫാണെങ്കിൽ കേരളവർമ്മ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് റിട്ടയറായി. മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ആണ് പഠിപ്പിച്ചിരുന്നത്. ബിന്ദു ടീച്ചറുടെ അച്ഛൻ്റെ
ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, വൈഫ് മലയാളമായിരുന്നു. 2 പിള്ളേര്, ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ ന്യൂസിലൻഡിലും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളവിടെ പോകും, തിരിച്ചു വരും. പിന്നെ ഇന്ത്യക്ക് പോകും. അത് വൈഫിനാണ് ഇഷ്ടം, എനിക്ക് യാത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനും ടൂറായിട്ട് പോകും. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഓസ്ട്രേലിയക്ക് പോകാൻ പ്ലാനിട്ടിരിക്കുകയാണ്. 16-ാം തീയതി പോകണം. ഇതാണ് നമ്മുടെ ചരിത്രമാണ്. വൈഫിൻ്റെ കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാവരെയും കാണുന്നതിൽ. നിങ്ങളുടെ കോളേജ് ലൈഫ് കുറെ കൂടി കളർഫുൾ ആവുമായിരുന്നു പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ. അറിയാം. അതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു റീയൂണിയൻ എന്ന് പറയുമ്പോ ഞാൻ പക്ഷെ അതിനേക്കാൾ അടുത്ത വർഷം തന്നെ അത് കൊണ്ടുപോകണം. അതെ, അടുത്ത വർഷം തന്നെ കൊണ്ടുവന്നു. അതിൽ സന്തോഷമുണ്ട്. പിന്നെ തുറന്നു പഠിക്കുമ്പോണ്ടായിരുന്നു അല്ലേ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സന്തോഷമായിട്ടുള്ള ഇതാണ്. എല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. റിട്ടയർ ചെയ്തു, 19-ന് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിനു ശേഷം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ പെയിന്റിങ്, മ്യൂറൽ പെയിന്റിങ് പഠിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് യാത്ര വലിയ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അധികം യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നല്ല ഗാർഡനൊക്കെ ഉണ്ടാക്കി ആർട്ട് വർക്കും ഒക്കെ ആയിട്ട് ഒരു ഗാർഡൻ ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ പരിപോഷിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂർ എവിടെയാണ്? ഗുരുവായൂർ മറ്റം. ഗുരുവായൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ. പിന്നെ നിങ്ങളുടെ കോളേജ് കാലത്തെ വീരപ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും ഈ തേങ്ങയിടല് ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി ആലോചിക്കണം. കാരണം നാട്ടിലിപ്പോ തേങ്ങയിടാനാണ് ആളെ കിട്ടാത്തത്. അപ്പൊ അതില് എല്ലാവർക്കും അതിനുള്ള ആരോഗ്യം ഓജസ്സും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സ്വസ്ഥതായിട്ടുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. ഇനി അടുത്ത ഗാദറിംഗ് ഇതിൽ കൂടുതൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അതെ, അതിന് പറ്റിയൊരു ലൊക്കേഷൻ ആവണം. പിന്നെ നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ളവർ മാത്രമേ റീയൂണിയൻ വരുള്ളൂ. പൊതുവെ കോളേജിൽ എപ്പോഴും റീയൂണിയൻ ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ബാച്ചുകളുടെയും ഉണ്ടാകാറുണ്ട്. അപ്പൊ അവിടെ കാണുന്നത് ജീവിതത്തിൽ വിജയിച്ചവർ മാത്രമാണ് മിക്കവാറും വരിക. അപ്പൊ അങ്ങനെ അല്ലാത്തവരെ തേടി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് വരാൻ തോന്നില്ല പലപ്പോഴും, പലതരത്തിലുള്ള വിഷമങ്ങളും ഒക്കെ. അപ്പൊ അവരെയും കൂടി ഒന്ന് ഒരുമിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജോസഫ് വൈൻ അല്ല കഴിക്കുന്നുണ്ട്, വൈൻ കഴിക്കുന്നുണ്ടോ? വൈൻ ജോസഫ് ബിയർ കഴിക്കുന്നില്ല? ഇല്ല. മേലെ ഇതാണ് സെബാസ്റ്റ്യൻ. സ്കൂളിൽ പഠിക്കാൻ അതിന്റെ തേർഡ് ഗ്രൂപ്പിലാണ് 4 പേരുണ്ട്. അവരൊക്കെ തേർഡ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ ലക്കിടിപ്പുണ്ട്. ലക്കിടിപ്പ് 20 രൂപ 30 രൂപ കിട്ടി. ബോട്ടിൽ വാങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പാകിസ്ഥാനി മൽബറി, 50 Mangari, 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 50 M
നാരങ്ങ, പിന്നെ ഇത് ചിക്കു, സപ്പോട്ട, ഇതൊക്കെ. പിന്നെ വേറെന്താ പറയാനുള്ളത്, എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസും ബ്രദർ ആൻഡ് ഫാമിലി they are in Nagpur. And I have just one sister who is in the US. My brother was with the State Bank of India. He's retired, but then he started working again. Well, so how many of you all are on Instagram? Only one. Okay. Two. Okay, husband, wife. Okay. So I have a small request. Post-retirement, I have taken up painting. So I'm a full-time professional artist. I do pencil, graphite, and oil and acrylic. So please follow me on Instagram. It's art_lovely is my Instagram handle. അത് ഇട്ടാ മതി, ഗ്രൂപ്പിൽ ഇട്ടാ മതി. Yeah, I'll put it on the. So please support. അല്ല, ആദ്യമായിട്ടാണ് പലരുടെയും ഭാര്യമാരെ കാണുന്നത്. ഭാര്യമാരെയാണ് ഞാൻ നോക്കിയത്, ഭർത്താക്കന്മാരെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുന്നത്, വളരെ അടുത്തൊരു സുഹൃത്താണ്. പക്ഷെ ഭാര്യയിൽ നിന്നാണ് ആദ്യമായിട്ടുണ്ടോ. അങ്ങനെ ബാക്കിയുള്ളൊരു ആരുടെയും ഭാര്യമാരെ കാണാനുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇപ്പം നമ്മൾ പലരെയും ആദ്യമായിട്ടാണെങ്കിലും കാണാൻ സാധിച്ചുള്ള വലിയ സന്തോഷം. അടുത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഈ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഭാര്യമാരെ ഉണ്ട്, ഭർത്താക്കന്മാരെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതായത് ഞങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ സേവന കോളേജ് നടത്തുന്നത് CMI അച്ഛന്മാരാണ്. അച്ഛന്മാര് മടുത്തിട്ട് ഇന്ന് എങ്ങനെ ഒരു മോചനം എന്ന് വിചാരിച്ച് അവരിങ്ങനെ തല പുണ്ണാക്കി അവസാനം അവർ മനസ്സിലായി പെൺകുട്ടികളില്ലാത്തതുകൊണ്ടാണ് പിള്ളേരിങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പാസ്സായി പുറത്തിറങ്ങി ആ കൊല്ലം അടുത്ത കൊല്ലം തുടങ്ങി മിക്സ്ഡ് കോളേജാക്കി. അതുവരെ അവിടെ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ തെങ്ങിന്റെ മുകളിൽ കയറാനും ഈ ബസ്സിനെ കയറിയാനൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ എന്തായാലും അതിനുശേഷം സംഗതികളൊക്കെ മെച്ചപ്പെട്ടെന്നാണ് ഞാൻ അറിയണത്. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്താ പറയുക, എല്ലാവർക്കും ഒരു സീരിയസ്നെസ് ഒക്കെ ആയി, ഒരു പർപ്പസ് ആയി, കാര്യമൊക്കെ ആയി. അപ്പൊ ഞങ്ങൾ അതിനു മുമ്പ് രക്ഷപ്പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾക്ക് രഘു പറഞ്ഞ പോലെ ആ ഭാഗ്യം കിട്ടാതെ പോയ മനുഷ്യരാണ്. ഞാൻ പാസ്സായതിനു ശേഷം ഈ സെബാസ്റ്റ്യൻ വന്നിട്ടില്ല, സെബാസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവൻ്റെ ചേട്ടൻ ഒരച്ഛന്, അദ്ദേഹത്തിന് മനസ്സിലായി ഇവന്മാരിങ്ങനെ പോയാൽ ഒന്നും ശരിയാവില്ല. അപ്പൊ പുള്ളി സെബാസ്റ്റ്യനെ എന്നെ ഇവിടുന്ന് നാട് കടത്തിയെന്ന് പറഞ്ഞാൽ ലിറ്ററലി വി വർ ടേക്കൺ ടു കർണാടക. പുള്ളി അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി തന്നെ ഞങ്ങൾ രണ്ടുപേരെയും BSc, അപ്പോൾ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റാണ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. അപ്പോൾ ഇത് ഒരു കണക്കിന് കണ്ടുപിടിച്ചാണ് ആ സമയത്ത്. ആ സബ്ജക്റ്റിൽ ഞങ്ങൾ രണ്ടുപേരും അഡ്മിഷൻ എടുത്തു. അങ്ങനെ അവിടെ പഠിത്തം തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞില്ലേ, രഘു പറഞ്ഞില്ലേ, നമുക്കൊരു ഭൂതോദയം ഉണ്ടാകാൻ പറയില്ലേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെ അവിടെ പിന്നെ പഠിക്കലാണ്. പഠിച്ച് നമുക്ക് ഫസ്റ്റ് റാങ്കൊക്കെയാണ് കിട്ടുന്നത്. എനിക്കെന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് എന്താണ് സംഭവിക്കുന്നത്, സംതിങ് ഇസ് റോങ് എന്നുള്ള കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് ബോംബെയിൽ ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയും അഡ്മിഷനൊക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ലക്ക്. കാരണം 5,000 10,000 ഒക്കെയാണ് ആപ്ലിക്കേഷൻ്റെ ഇടയിലാണ് അവർ 50 വരെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മുകേഷ് പറഞ്ഞ പോലെ ഒരു പ്രസംഗം എന്തെന്ന് നമുക്കറിയില്ല. വളരെ പ്രശസ്തനായ പ്രൊഫസറും വളരെ പ്രവർത്തിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള രഘുവൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് എൻ്റെ ഊഴം വന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ കാര്യങ്ങൾ, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ കോളേജിൻ്റെ കാര്യം. എൻ്റെ വീട് ആരക്കുന്നം, രഘുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാട്ട് നിന്ന് ട്രെയിനിന്
ഞങ്ങൾ വന്ന് സൗത്തിലിറങ്ങും. സൗത്തിലിറങ്ങിയിട്ട് വീണ്ടും നടന്ന് ഈ സൗത്തിലേക്ക് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് വീണ്ടും ബസ് കയറി പെരുമാനൂർ. അന്ന് തേവരം കോളേജിലേക്ക് ബസ്സില്ല. തേവരം കോളേജിലേക്ക് ആകെ 3-4 ബസ്സാണ്. അത് ഇവിടെ വരുമ്പോൾ തന്നെ തൂങ്ങി നിന്നാണ്. അപ്പൊ പെരുമാനൂർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നടക്കും പിന്നെ കോളേജിൽ. അപ്പോൾ നടന്ന് വീണ്ടും ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് പെരുമാനൂരിൽ വേഴ്സ് ഇവിടെ വന്നിട്ട് ട്രെയിനിൽ കയറി വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി ഒരു 7-7:30-8 മണിയൊക്കെ ആവും. അപ്പം രാവിലെ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് രാവിലെ പോവുകയും ചെയ്യും. അപ്പൊ അതുപോലെ ഈ യാത്രാക്ഷീണം കൊണ്ട് തന്നെ പഠിക്കാനൊന്നും പൊതുവെ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി പഠനം പഠിക്കാതെ വരുമ്പോഴത്തേക്ക് ക്ലാസ്സിലിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ക്ലാസ് കേട്ട് എൻ്റെ ഒരു സുഹൃത്താദ്യം പറഞ്ഞ് ഈ പലരെയും പരിചയമില്ല, ക്ലാസ്സിൽ കയറിയെങ്കിൽ തന്നെ എല്ലാവരും ഓർമ്മയുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോവുക, ക്ലാസ് കേട്ട് സിനിമയ്ക്ക് പോവുക. പിന്നെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ചിത്രം വന്നിട്ട് ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലത്ത് ആ 40 അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് 2 ഗ്രൂപ്പായിട്ടാണ് അന്നത്തെ ഇന്നത്തെ LDF എന്ന് പറഞ്ഞ PS പ്രോഗ്രസീവ് സ്റ്റുഡൻസ് മൂവ്മെന്റ് KSU. അങ്ങനെ അവിടെ 2 കൂട്ടത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഇന്റർവ്യൂ കംപ്ലീറ്റ് മുദ്രാവാക്യം ചെയ്യുന്നു. വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തങ്ങിക്കുന്ന കോളേജുകളിൽ ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ 50 വർഷത്തിന് ശേഷമാണ് നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് കൂടുന്നത്. ആദ്യത്തേത് മരടിൽ വെച്ച് മറ്റേ നരേന്ദ്രൻ്റെ കെയർ ഓഫിൽ കൊച്ചിൻ റിഫൈനറിയുടെ കോളേജിന്റെ അടുത്തല്ല, കുറച്ച് നീങ്ങി നിങ്ങൾ തേവര ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്ന കാര്യം പറഞ്ഞു. അതിന്റെ തൊട്ടടുത്ത് അതാ പെരുമാനൂരാണ് ശരിക്കും, തേവരയല്ല പെരുമാനൂർ. ആ സ്ഥലത്ത് അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. കോളേജിലേക്ക് നടന്നു പോകുന്നു, ഊണ് കഴിക്കാൻ വരുന്നു, തിരിച്ചു പോകുന്നു, വൈകിട്ട് തിരിച്ച് നടന്നു വരുന്നു. പഠിത്തമൊക്കെ ഞാൻ കടവന്ത്ര സ്കൂളിൽ തേവര സ്കൂളിൽ പഠിച്ചിട്ടില്ല. അവിടെ കൂട്ടിനകത്ത് എനിക്ക് ജോൺ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ ഒരുമിച്ച് 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ഞാൻ പതുക്കെ വന്ന് അവിടെ നിന്ന് ചാടി ഞാൻ ഡോൺ ബോസ്കോയിൽ ചേർന്നു. അവിടെയാണ് 5 വർഷം. അവിടെ തിരുപ്പത്തൂരിൽ നിന്ന് അവിടെ പച്ചാളത്തൂർ കൊല്ലം, പിന്നെ തിരുപ്പത്തൂർ തമിഴ്നാട്ടിൽ ബോർഡിങ് സ്കൂളിലായിരുന്നു. ആ പോക്ക് എൻ്റെ നാട്ടിൽ കണക്ഷൻ മുഴുവൻ എനിക്ക് നഷ്ടമായി. ഭയങ്കര സങ്കടമുള്ള കാര്യം. ഞാൻ തിരിച്ച് നാട്ടിൽ 11ാം ക്ലാസ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ആകെ 2-3 പേരെ ഞാൻ പള്ളിയിൽ കാണുന്നവർ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരെല്ലാവരും ഓൾറെഡി എന്നെക്കാൾ കാരണം ഞാൻ 11 പഠിച്ചു, അവർ 10 കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീ ഡിഗ്രി ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു. വളരെ സങ്കടപ്പെട്ടാണ് ആദ്യത്തെ ദിവസം കോളേജിലേക്ക് ഇറങ്ങിയത്. വീട്ടിൽ നിന്നാണ് ഇറങ്ങി വഴിയിലേക്ക് നോക്കിയപ്പോൾ ഇടത് വശത്തേക്ക് നോക്കി അവിടെ നിന്ന് ഒരു വിളി വന്നിട്ട് ജോസഫേന്ന് വേണ്ടി 2-3 വിളിച്ചിട്ട് 2 പേര് വരുന്നു. ആരാണെന്നൊരു പിടിയെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചടുത്ത് വന്നപ്പോഴാണ് 2 പേര് എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ കടവൂരിൽ പഠിച്ച 2 പേരായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. 2 പേരും കെട്ടിപ്പിടിച്ച് അത് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പരിചയപ്പെട്ടു. കോളേജിലേക്ക് അതിനിടയ്ക്ക് അവിടെ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് ചോദിച്ചൊന്നുമില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയണം അവർ 2 പേര് 3rd ഗ്രൂപ്പ്, 2 പേര് 1st ഗ്രൂപ്പ്. അപ്പോൾ 4 പേരും അവിടെ നിന്ന് പിരിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, ഒരു മനുഷ്യനും പരിചയമില്ല, ആരെയും പരിചയമില്ല. കോളേജിനകത്ത് ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് ഞാൻ നമ്മുടെ AJ ജോണിനെ കാണുന്നത്. ഒരു ബെഞ്ചിലിരിക്കുന്നു. കൂടെ തേവരക്കാർ കുറച്ച് പേര് കൂടി ഉണ്ടായിരുന്നു. ജോസഫ് പോലീസ്, വർഗീസ് മാത്യു, KP ആന്റണി. സന്തോഷമായി. അവിടെ നിന്ന് സന്തോഷം വന്ന് അവിടെ കൂടെ തന്നെ ഇരുന്ന് അവരെയൊക്കെ പരിചയപ്പെട്ടു. അന്ന് പോലെ ഇന്ന് വരെ KP ആന്റണി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ കയറി പോയതായിട്ട് വല്ലപ്പോഴൊക്കെ കാണും. ജോലിയെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കുര്യനും അഡോൾഫും ഞാനും കൂടി BCom ചേർന്നു. സയൻസിൽ നിന്ന് നേരെ BComലേക്ക് കാരണം സയൻസ് പഠിച്ചിട്ട് കാര്യമില്ലെന്നല്ല, പറ്റണുണ്ടായിരുന്നില്ല. റെക്കോർഡ് ബുക്ക് വരയ്ക്കാൻ തന്നെ നമ്മൾ കടമലച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന അക്യൂലസ് അച്ഛനായിട്ട് അടുപ്പാണ്. നമ്മൾ നാട്ടുകാരനായതുകൊണ്ട് കുറച്ച് പരിചയമൊക്കെ ഉണ്ട്, നാട്ടുകാർക്ക് പരിചയമുണ്ട്. അങ്ങനെ വന്ന് അച്ഛൻ പറഞ്ഞു പിടിച്ചിട്ടാണ് ഞങ്ങളുടെ റെക്കോർഡ് ബുക്ക് ഒപ്പിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ. എന്തായാലും ഭാഗ്യത്തിന് പ്രീ ഡിഗ്രി പാസ്സായി. പിന്നെ വേറെ എല്ലാം സബ്ജക്റ്റിന് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. റെക്കോർഡ് മാത്രമേ പ്രോബ്ലം വന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് പക്ഷേ നമുക്ക് അത് മതിയായി പഠിച്ച് മതിയായപ്പോൾ ഞാൻ ഡിഗ്രി BCom ചേർന്നു. ഞങ്ങൾ 3 പേരും ആ ക്ലാസ്സിലുണ്ടാകും. പിന്നെ പ്രീ ഡിഗ്രിക്ക് എൻ്റെ കൂടെ കടവന്ത്ര പഠിച്ച് 2 പേര് BCom വന്ന് ഞങ്ങൾ നല്ലൊരു ഗ്യാങ് BCom ഉണ്ടായിരുന്നു. കുര്യൻ്റെ വീടും അടുത്ത് തന്നെ ആയിരുന്നല്ലോ, ചക്കോള കോളേജിൽ തന്നെ ആയിരുന്നു. അങ്ങനെ BCom കഴിഞ്ഞ്
ഒരു വർഷം ഞാൻ എംകോമിനും പഠിച്ചു. പിന്നെ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയമൊന്നും ശരിക്കും സത്യമായിട്ട് ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. അങ്ങനെ ആ പാർട്ടിയിലായിരുന്നു. നമ്മുടെ സീനിയർ ഫ്രണ്ട്സ്, ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ പ്രചാരണം അല്ല, നമ്മുടെ നേതാവായിട്ട് നടന്നൊന്നുമില്ല. ഇലക്ഷനൊക്കെ ഉണ്ട്, രാത്രി ഭിത്തിയിലൊക്കെ എഴുതാനും പിടിക്കാനൊക്കെ പോകും. പിന്നെ നമുക്ക് നാട്ടുകാരനാണെന്നുള്ളൊരു തണ്ടും ഉണ്ടായിരുന്നു. ആരും നമുക്ക് പേടിക്കണ്ടല്ലോ ആരും. കാരണം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ആൾ ചോദിക്കാൻ ആൾ വരും എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ഉഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഉഴപ്പാൻ പറ്റില്ലായിരുന്നു. ബഹുമാനപ്പെട്ടവർക്കൊക്കെ, അച്ഛന്മാർക്ക് സാറന്മാർക്കൊക്കെ അറിയാം, പരിചയമുണ്ട്. അച്ഛന്മാർക്ക് അറിയാം. പിന്നെ അവിടെ നമ്മുടെ പോത്തൻ സാറിനെ ഓർക്കുന്നുണ്ടോ? സൂപ്പറുണ്ട് സാറ്, ജുബയൊക്കെ ഇട്ട ഒരാളോട് പ്രിൻസിപ്പളിന്റെ റൂമിൻ്റെ അടുത്തിരിക്കുന്നു. പുള്ളിക്കാരനായിരുന്നു നമ്മൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് വെച്ചാൽ. അപ്പം അതുകൊണ്ട് എനിക്ക് ഉഴപ്പാനൊന്നും പറ്റാതെ ഞാൻ പഠിക്കില്ല തന്നെയായിരുന്നു. ഡിഗ്രിക്ക് വന്നപ്പോഴും ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു. ബികോം കഴിഞ്ഞ് അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ PDക്ക് കഴിഞ്ഞതിന് ശേഷം സെന്റ് ആൽബർട്ട്സിലാണ് പഠിച്ചത്. ഡിഗ്രി ചെയ്തത് സെന്റ് ആൽബർട്ട്സിലാണ്. പോയി. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? PDക്ക് ശേഷം സെന്റ് ആൽബർട്ട്സിലാണ് പഠിച്ചത്. PDക്ക് എൻ്റെ കൂടെ ഷംസുദ്ദീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സെന്റ് ആൽബർട്ട്സിലേക്ക് മാറി. ഞാൻ ഓർക്കുന്നുണ്ട് ഷംസുദ്ദീൻ ഞാനും കൂടെ ഊണ് കഴിക്കുന്നത്. ഞാൻ രണ്ട് ഇഡ്ഡലി മുന്നിൽ ഷംസുദ്ദീൻ ചോറ് പൊതിയും കൊണ്ട് വരും. അതിനുശേഷം PA ലാലിന്റെ റൂമിലേക്ക് പോയി. SH കോളേജിൽ ജീവിതം. ഞാൻ പശ്ചാത്തലം വന്നിരുന്നത്, അതുകൊണ്ട് യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ സമയം എടുക്കുമായിരുന്നു. 20-ാം വയസ്സിൽ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് കയറി. അവിടെ ഇരുന്നുകൊണ്ടാണ് ബാക്കിയുള്ള പഠനമെല്ലാം നടത്തിയത്. 3 മാസ്റ്റേഴ്സ് എടുത്തു. MA സൈക്കോളജി, MA സോഷ്യോളജി, MA. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. 27 വർഷമായിട്ട് അമേരിക്കയിൽ തന്നെയാണ്. എൻ്റെ മോൻ അവിടെ മെഡിസിൻ പഠിക്കുന്നു. വൈഫ് മെയിൻലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് അമ്മയുണ്ട്, ഒരു ബ്രദറുണ്ട്. അമ്മക്ക് 96 വയസ്സായി. അതുകൊണ്ട് രാത്രി ഇടയ്ക്കിടയ്ക്ക് അമ്മ എഴുന്നേക്കും, ഞാനും അതനുസരിച്ച് എഴുന്നേക്കേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ അറിയാനുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതം. ഈ 11-ാം തീയതി പോകും. മറ്റന്നാൾ പോകും. കാരണം അതെ അതെ, കുര്യന് വരുമെന്ന് പറഞ്ഞിരുന്നു. കുര്യന് വരാൻ പറ്റിയില്ല. UAE നിന്ന് പുള്ളിക്ക് ലൈസൻസ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുള്ളി കോണ്ടാക്ട് ചെയ്തിരുന്നു. എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ, അല്ലാതെ ഒന്നും പറയാനില്ല. സന്തോഷം. സന്തോഷം. വൈഫിനെ കൂട്ടി. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ ചെപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ചെപ്പിൽ എനിക്കറിയാമായിരുന്നു മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ കസിനായിട്ട് വരും. ഞാനും പ്രദീപുമായിട്ടാണ്. പ്രദീപ് ഡിഗ്രി കഴിഞ്ഞ് സെൻറ്റ് ആൽബർട്ട്സിലെ BSc ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഉടനെ എനിക്ക് ഖത്തർ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ കുര്യനുള്ള സമയത്ത് ഞാനുണ്ട്. ഞാൻ 84 തൊട്ട് 2018 വരെ ഖത്തറിലുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. ഗവൺമെൻറ് സർവീസ് തന്നെയായിരുന്നു. സുവോളജി വിട്ടിട്ട് ഞാൻ ചെയ്യുന്ന ജോലി ബഡ്ജറ്റാണ്. സീനിയർ ബഡ്ജറ്റ് ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് ലെവലിൻ്റെ 75% ഖത്തറിൻ്റെ ബഡ്ജറ്റ് കംപ്ലീറ്റ് ഞങ്ങളുടെ മിനിസ്ട്രി ആയിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. 75% ഖത്തറിൻ്റെ ബഡ്ജറ്റ് ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് 2018 ഞാൻ റിട്ടയർഡായി പോന്നു. ഞങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് വെച്ചാൽ 3 കുട്ടികളാണ്. 2 പെൺകുട്ടികൾ ബിടെക് കഴിഞ്ഞ് 2 പേർക്കും ജോലി ഉണ്ട്. ഒരാൾ അബുദാബിയിലാണ്, രണ്ടാമത്തെ മോള് കൊച്ചിയിൽ ഇൻഫോപാർക്കിൽ ജർമ്മൻ കമ്പനിയിലാണ്. മോന് USA വർക്ക് ചെയ്യുന്നു, UK വർക്ക് ചെയ്യുന്നു, US കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 2018 നവംബറിൽ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് 2019 ഇവിടെ ഒരു കമ്പനിയിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഇവരുടെ വീട്ടിലിരിക്കുന്ന പറഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും തൊട്ടടുത്ത് തന്നെയാണ് PK ടൈൽ സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ അഡ്മിൻ മാനേജറായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. വൈഫിൻ്റെ പേര് മുന്താസ് ചാവക്കാടാണ്.
ഹൗസ് വൈഫാണ്. വേറെ ജോലിക്കൊന്നും പോയില്ല. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും സംസാരിച്ചു. അല്ല നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് എന്തെങ്കിലും പറയും. അല്ല കൂട്ടായ്മയെ കുറിച്ച് അല്ല കൂട്ടായ്മയെ കൊണ്ടല്ല നമ്മൾ എന്താ കൂട്ടായ്മ നിങ്ങൾ എന്തായാലും സജസ്റ്റൊക്കെ പറയാം. ഓക്കെ താങ്ക് യു. അല്ല ഇത് നടന്നോളൂ. അതേ പിന്നെ ഇത് ടൈം പാസ് ആവണ്ടേ. പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ഡിഗ്രിയും അവിടെ നിന്ന് തന്നെ തേവരെന്ന് തന്നെ ചെയ്തു. അതിനുശേഷം എന്തോ എന്ത് ചെയ്യാന്ന് അറിയില്ലാതെ ചെറുതായിട്ട് ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് പല ടൈപ്പ് ബിസിനസ്സുകളും ചെയ്തു. അവസാനം ഇലക്ട്രിക്കൽ ലൈനിലുള്ള ഇലക്ട്രിക്കലില് അതിപ്പോഴും തുടങ്ങി വെച്ച ബിസിനസ് രാജാജി റോഡിലുണ്ട്. ജിയോ ഇലക്ട്രിക്കൽ അതിപ്പോ നടന്നു പോകുന്നുണ്ട്. അതിനിടയിൽ ഞാൻ കോളേജിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കോളേജില് ഇപ്പൊ ആരൊക്കെ പറഞ്ഞ് തേങ്ങ വീണോ മറ്റേ നടത്തുന്നത് ഏറ്റവും കൂടുതൽ തേങ്ങ ഇട്ട് തന്നിട്ടുള്ളത് ഞാനായിരിക്കും. ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലുള്ള വലിയ തെങ്ങ് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ കോളേജില് ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങൾ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി തെങ്ങേറ്റാണ്. ആന്റണി സെബാസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു. അതെ കോളേജില് അങ്ങനെ കൂടുതൽ നേരത്തെ പറഞ്ഞ മാതിരി മെഡിസിന് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ വന്ന് ചേർന്നത്. മെഡിസിന് പോകണം എന്തിനാണെന്നോ ഒന്നും അറിയില്ലാതെ അങ്ങനെ ചേർന്നു. പിന്നെ ലൈൻ മാറി ബിസിനസ്സിൽ വന്ന് പെട്ടു. അതിനുശേഷം ഞങ്ങളൊരു 10-12 വർഷം മുമ്പ് ലൂക്കർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതെന്തോ ഭാഗ്യത്തിന് എനിക്കൊരു പാർട്ണറുണ്ട്. അതങ്ങനെ അങ്ങോട്ട് കുറച്ച് ക്ലിക്ക് ചെയ്തു. നല്ല രീതിയിൽ പോകുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് കോയമ്പത്തൂരാണ്. അങ്ങനെ പോകുന്നത്. പിള്ളേര് വൈഫിന്റെ വീട് തൃശ്ശൂരാണ്, ഒല്ലൂര്. 3 പിള്ളേരാണ് ഉള്ളത്. മൂത്തത് ഒരാണ്. അത് ഞങ്ങളുടെ ഇവിടുത്തെ തന്നെ കമ്പനിയിലുണ്ട്. പിന്നെ 2 പെൺകുട്ടികളാണ്. ഒരാള് ഓസ്ട്രേലിയയിൽ മെൽബണില്, രണ്ടാമത്തെ ആള് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ചാൻസ് കൊടുക്കും. ചാൻസ് കൊടുക്കൂ. മൈക്ക് വേണ്ടല്ലോ. മണിയുടെ മോളും ഒരുമിച്ചായിരുന്നു. മണിയുടെ മോളുടെ പേരെന്ത്? അശ്വതി. എഞ്ചിനീയറിംഗ്. 6 പേരക്കുട്ടികളുണ്ട്. മൂത്ത മകന് ഒരു പെൺകുട്ടി, മൂത്ത മകൾക്ക് 3 ആൺകുട്ടികൾ, രണ്ടാമത്തെ മകൾക്ക് 2 ആൺകുട്ടികൾ. ബ്ലെസ്ഡ് ഫാമിലി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ആണോ? ആദ്യം സംശയം പറഞ്ഞത് സെബാസ്റ്റ്യനാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫോർട്ട് വെച്ചിരുന്നല്ലോ വരുന്നത്. അവിടെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ കൂടാണ്. അല്ല പേരും ജോൺ അഡോൾഫസ്. ഞാൻ കാരണവന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഈ ജോൺ അഡോൾഫസ് എന്ന പേര് അവിടെ നിന്നിരുന്നു. എന്റെ വീട്ടിൽ പേര് പഞ്ഞിക്കാരനാണ്. അതെ അതെ. അപ്പൊ ഈ അഡോൾഫസ് എന്ന് പറഞ്ഞ പേര് അവിടെ നേടിയത്. നമ്മുടെ ഒരു കസിൻ ഉണ്ട്. പുള്ളി ഇംഗ്ലീഷിന്റെ വലിയ ആളാണ്. പുള്ളി അങ്ങനത്തെ പേരേ ഉള്ളൂ. പുള്ളി എന്റെ കാരണവന്മാരോട് പറഞ്ഞു ഈ പേരിട്ടാന്ന്. അങ്ങനെ അഡോൾഫസ് പേര് എന്റെ അപ്പന്റെ പേരല്ല. എന്റെ അപ്പന്റെ പേര് സെബാസ്റ്റ്യൻ ആണ്. അതുപോലെ പേരിന്റെ കാര്യം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ 2 സന്തത സഹചാരികളാണ് ഈ രണ്ടാമിരിക്കുന്നത്. ഒരു സെബാസ്റ്റ്യൻ, ഒരു ജോണി മേനാച്ചേരി, പിന്നെ സ്റ്റീഫൻ ഉണ്ട്. ആ കാലഘട്ടത്തില് ഡേ സ്കോളർ ആയിരുന്നില്ലേ? ഡേ സ്കോളർ ആയിരുന്നില്ലേ? ഡേ സ്കോളർ. അപ്പൊ 1973 പറഞ്ഞ പോലെ അന്ന് ആൺകുട്ടികൾ മാത്രമുള്ള സമയം. തേങ്ങ പറഞ്ഞ പോലത്തെ ഞാൻ ആദ്യം എന്റെ കാരണവരും കൊണ്ടുപോയി പ്രൊഫസർ വർഗീസ് എന്ന് പറഞ്ഞ കെമിസ്ട്രി പ്രൊഫസർ. പുള്ളിയുടെ എന്തോ പരിചയമുണ്ട്. പുള്ളിയുടെ വീട്ടിൽ പോയി. എന്റെ മോനാണ്. ഇപ്പൊ എല്ലാരും പയ്യൻ പാവം പിള്ളേരെ പോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോ തേങ്ങ പറിക്കാൻ തുടങ്ങുന്നു. പറഞ്ഞവരിവിടെ എല്ലാവരും തേങ്ങ ഞാൻ പറിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും തേങ്ങ പറിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എന്റെ ഫാദർ ആ പ്രശ്നം മരിക്കണം. അപ്പൊ എനിക്ക് ഇപ്പോഴും നല്ലൊരു ഓർമ്മ എന്ന് വെച്ചാല്
ആ ഇതിന്റെ ഒരു പീരീഡിൽ എന്നെ ഒന്ന് എന്റെ മാനസികമായിട്ട് സെബാസ്റ്റ്യനും ജോണിയാണ്. എന്നെ ഒരു ദിവസം ഒരു അമ്പലമായിട്ട് ഒരു പള്ളിയുണ്ട്, അന്ന് സെബാസ്റ്റ്യന്റെ ചേട്ടൻ അവിടുത്തെ വികാരിച്ചത്. ഒരു ദിവസം ഞങ്ങളവിടെ പോയി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ ദിവസങ്ങൾ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഇവർ രണ്ടുപേരും എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കും. ഇത് കഴിഞ്ഞ് ഞാൻ പ്രീഡിഗ്രിക്ക് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അന്ന് അവിടുത്തെ സ്കൂൾ പാൻറ്റാണ് കൊടുക്കുക, പാൻറ് ഷർട്ട്. ഈ രണ്ടുപേരും മുണ്ടാണ്, സെബാസ്റ്റ്യനും അതെ ജോണിയും അതെ. അപ്പം ഞാനും പറിച്ച് മുണ്ടിടാൻ തുടങ്ങി, മുണ്ട് ഒരു പോകാൻ തുടങ്ങി ഇടയ്ക്ക്, ശീലമില്ലല്ലോ. അപ്പൊ അവര് പ്രകാരമാണ് ഞാൻ പ്രീഡിഗ്രിക്ക് മുണ്ടിടാൻ തുടങ്ങി. ഇല്ലേ, ഓർക്കണില്ലേ? ജോണി ഒരു സൈക്കിളിൽ വരും, ഇടയ്ക്ക് അപ്പന്റെ ബൈക്കും വരും. ഇതിലാണ് ഞങ്ങളുടെ കറക്റ്റ്. അന്ന് സ്റ്റീഫൻ ഉണ്ട് കൂടുതൽ. എനിക്ക് ഓർമ്മ ഈ 3-4 പേരെയാണ് കൂടുതൽ. കുര്യൻ ഓഫ് കോഴ്സ്, കുര്യൻ എൻ്റെ ബികോമിനായപ്പോഴും ഞങ്ങൾ കൂടുതൽ സുഹൃത്തുക്കളായിരുന്നു. ബികോമിന് പഠിച്ചു. ജോസഫ് ഞങ്ങൾ ബികോമിനുണ്ടായി. പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പ്രീഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം അറിയാലോ. പിന്നെ നേരത്തെ പറഞ്ഞ കുറെ പേര് ദേശം അതാണ്, നടക്കൂല. അന്നത്തെ കാലത്ത് എൻട്രൻസ് എക്സാം ഇല്ലല്ലോ, പ്രീഡിഗ്രിയുടെ മാർക്ക് നോക്കിയിട്ടാണ്. പിന്നെ കള്ളമാർക്കൊക്കെ വെച്ച് പലരും ഒന്നുമില്ലാത്തവരും പാസ്സായിട്ടുണ്ട്, അത് പറയാം. അത് കഴിഞ്ഞ് ബികോമിന് ചേർന്നു. കാര്യം സയൻസ് ഈ പറഞ്ഞ വരയ്ക്കൽ മോശമായിരുന്നു. എന്റെ ഭാര്യ പറയും എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് തന്നെ വളരെ മോശം, പിന്നെ വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും. അങ്ങനെ ബികോമിന് ചേർന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് 2 സ്ഥലത്തും പാസ്സായി. പേപ്പർ ബ്ലാക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ജോലി അന്വേഷണമാണ്. ജോലി അന്വേഷണം ഒരു അന്ന് ഇന്ത്യൻ എയർലൈൻസ് ജോയിൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പനി മെർജായി. 35 കൊല്ലം എയർ ഇന്ത്യ ആയി. 35 കൊല്ലം ജോലി ചെയ്തു. അവിടുന്ന് റിട്ടയർ. ഇൻ ബിറ്റ്വീൻ ഐ ഗോട്ട് മാരീഡ്. ഷീസ് ഫ്രം ആലുവ. പുള്ളിക്കാരത്തി ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെയാണ്. അതായത് ഫോർട്ട് കൊച്ചിയിൽ പഠിപ്പിക്കുകയാണ് ഒരു സ്കൂളിൽ. അവിടെ നിന്ന് റിട്ടയർ. മക്കൾ 2 പേര്, 2 പെൺകുട്ടികൾ. ഒരാള് PhD കഴിഞ്ഞു, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ആള് എഞ്ചിനീയറാണ്, അവള് ഒരു IT കമ്പനിയിൽ വർക്ക്. 3 പേരെ കുട്ടികൾ. 42 വർഷമായി. ജോണിയെ എനിക്ക് ആദ്യം പരിചയപ്പെടാൻ പറ്റിയെന്ന് വെച്ചാൽ അതൊരു സർപ്രൈസ് മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ തലേദിവസം ചെറിയ ഷോപ്പിംഗ് ആയിട്ട് ബ്രോഡ്വേയിൽ ഞാനും ബ്രദറും ഫാമിലിയും കൂടി പോകുമ്പോൾ ഇവർ 2 പേരും കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അപ്പോൾ അങ്ങനെ തമ്മിൽ കണ്ടു. അപ്പോൾ ജോണിയോട് പറഞ്ഞ് പരിചയപ്പെടുത്തി. അങ്ങനെ അന്ന് ജോണിയെ പരിചയപ്പെട്ടു, പിന്നീട് ലവ്ലിയും പരിചയപ്പെട്ടു. ഞങ്ങൾ ഇടയ്ക്ക് തമ്മിൽ കാണാറുണ്ട്, അവരും വീട്ടിൽ വിസിറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾ അവിടെ പോകാറുണ്ട്. പിന്നെ ഒരിക്കലും ഓഫീസിൽ വന്ന് കഴിഞ്ഞ വർഷം ആന്റണിയെ പരിചയപ്പെട്ടു. അല്ലാതെ ബാക്കിയുള്ള ഗ്രൂപ്പിലുള്ള ആരെയും സോറി ജോണിയുടെ വീട്ടിൽ വെച്ച് സ്റ്റീഫൻ അഡോൾഫസ് അവരെയൊക്കെ പരിചയപ്പെട്ടു. ഇനി പോകുന്നതിന് എല്ലാവരെയും പരിചയപ്പെട്ട് പോയാൽ മതി. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ കുട്ടി കുറുമ്പന്റെ കൂടെ കൂടിയിട്ട് 42 വർഷമായി. കുറുമ്പ് സാഹസികത എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ ലൈഫ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഇടയ്ക്കൊക്കെ പല സ്ഥലങ്ങളിലും പിള്ളേരുടെ അടുത്തുമൊക്കെ ഇങ്ങനെ മക്കള് 3 ഭൂഖണ്ഡങ്ങളിലായതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും പോകും. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് യാത്രകളും നടത്തി. അതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഡൊമസ്റ്റിക് ടൂറും അതുകൂടാതെ ഞങ്ങൾ ഹോളി ലാൻഡ്, യൂറോപ്യൻ ടൂറ്, അമേരിക്കൻ ടൂറ്, പിന്നെ മക്കളുടെ അടുത്ത് കാനഡയിലും ദുബായിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിസിറ്റ് നടത്തി. എന്തായാലും ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് എന്ന് പറഞ്ഞപ്പോൾ വരാൻ പല അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും വരണം എന്ന് മക്കളും നിർബന്ധിച്ചു. ഞാനും ഞങ്ങളുടെ 40 വർഷം മുമ്പ് ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു 6-7 പേരെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാലും അവർ ഇറ്റലി, ബോംബെ, അതുപോലെ ചെന്നൈ, അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ വെക്കേഷൻ ഇപ്പോൾ ഈ 18ന് ഒന്നിച്ച് കൂടണമെന്ന് പറഞ്ഞ്
വൺസ് ഇൻ എ ഇയർ, ഇപ്പോൾ അത് 2-3 വർഷമായിട്ട് അങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാതറിങ്ങിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. അത് വലിയൊരു, പ്രത്യേകിച്ച് റിട്ടയർഡ് ലൈഫിൽ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിലും എല്ലാവരെയും പരിചയപ്പെടാൻ പോകുന്നതിലും സന്തോഷം അറിയിച്ചുകൊണ്ട് എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? ദേവര കോളേജിലെ എൻ്റെ ചരിത്രം വളരെ വിചിത്രമായിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്നു. പിന്നെ ഞാൻ പൊതുവെ നല്ലൊരു കുട്ടിയായിരുന്നു, അല്ലേ അഡോൾഫേ? ഒരു ദുശ്ശീലങ്ങളും ഇല്ലാതെ. അത് ഞാൻ ദുശ്ശീലങ്ങൾ പിന്നീട് പറയാം, അതിന് വേറൊരു എപ്പിസോഡ് ഉണ്ടാവും. ക്ലാസ്സിൽ പോവുക, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് എന്റെ ക്ലാസ്, എന്റെ മുറിയില് സിംഗിൾ റൂം ആണെങ്കിലും മുറി എപ്പോഴും ഫുള്ളാണ്. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നില്ലേ? അല്ലേ സെബാസ്റ്റ്യൻ, ഫസ്റ്റ് ഫ്ലോറിലായിരുന്നില്ലേ? ഞാൻ ഭാര്യയെ പരിചയപ്പെടുത്താം അതിന് മുമ്പ്. മോളി എന്റെ വൈഫ്, പുള്ളിക്കാരത്തി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു, SH കോളേജ് തന്നെ. വാട്സപ്പിൽ SH കോളേജ് എപ്പോഴും വരുമായിരുന്നു. ഞാനപ്പോ നമ്മളുടെ ബാച്ചിന്റെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച വൈഫിന്റെ കോളേജിലെ സാധനം വന്ന് കയറിയതായിരിക്കും എന്ന് വിചാരിച്ചു ഞാനെപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ നോക്കാറേ ഇല്ല. വാട്സപ്പിൽ ഞാൻ ആക്റ്റീവും അല്ല. അങ്ങനെ ഒരിക്കൽ ആന്റണി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഇതിൽ ഞാൻ ആക്റ്റീവ് അല്ല എപ്പോഴും ഞാൻ നോക്കി തുടങ്ങിയത്. അതിന് മറ്റേ ഹോസ്റ്റലിലേക്ക് വരാം. ഹോസ്റ്റലിൽ മിക്കവാറും സിംഗിൾ റൂം ആണെങ്കിലും മുറി നിറച്ച് ഫ്രണ്ട്സായി. ജോണി, അഡോൾഫ്, സ്റ്റീഫൻ, ഡാനി വർഗീസ്, ഡൈനോസ് കോച്ചേരി, ഇടമണൻ, കസ്തൂരി രംഗൻ, അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് നമ്മളുടെ മുറിയിൽ എപ്പോഴും ഉണ്ടാകും. ജോണി ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും. ജോണി നമ്മുടെ ഡാനിക്ക് മറ്റേ പൗഡർ കൊടുത്തത്. അപ്പൊ ഡാനി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ആള് SH ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റായിട്ട് വന്നൊരു കുട്ടിയാണ്. അവന് ക്ലാസ്സിലൊന്നും കയറാറില്ല, പക്ഷെ അവന് മെഡിസിന് പോകാന്നുള്ളതാണ് അവന്റെ ഒരു അംബീഷൻ. നിങ്ങൾക്കറിയാലോ, പുള്ളിക്കാരൻ എല്ലാവരും പഠിക്കുമ്പോ മറ്റേ മണിപ്പാലിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് അപേക്ഷ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് അവസാനം പുള്ളിക്കാരൻ തോറ്റുപോയി. ആ പുള്ളിക്ക് മുറിയിൽ വന്നു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാനേ സമയമുള്ളൂ. നമ്മൾ ഒരു കൊച്ചു ടിന്ന് കുട്ടിക്കുറ വാങ്ങിച്ച് വെച്ച് ഒരു 6 മാസം ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച നിൽക്കില്ല. അപ്പൊ ജോഡിയാണ് ഒരു ഐഡിയ പറഞ്ഞത്. ജോഡി അതിന്റെ കോമ്പോസിഷൻ എന്തായിരുന്നു? മറ്റേ ആ പൗഡർ ടിന്നിൽ നിറച്ചത് അതില് ഈ ചൊറിയുന്ന പൊടി, നായകരുടെ പൊടി. ഇദ്ദേഹം ചെയ്തത് അത് നമ്മുടെ കപ്പയില്ലേ, കപ്പ, ഉണക്കക്കപ്പ, അത് പൊടിച്ചു കഴിഞ്ഞാൽ ഒരു പൊടി കിട്ടും. ആ പൊടി ഞങ്ങള് അതിനകത്ത് നിറച്ചു. പുള്ളി വന്നിട്ട് ഇങ്ങനെ പിന്നെ തോമാസിനുണ്ടായിരുന്നു. തോമസ് വരാൻ പറ്റിയില്ല. അങ്ങനെ ഹോസ്റ്റലിലെ ജീവിതം വളരെ രസകരമായിരുന്നു. ഈ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ വന്ന് ഞങ്ങളോട് സജീവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ഇലക്ഷന് നിന്നു. ഇലക്ഷനിൽ നിന്ന് ജയിച്ചു. അപ്പൊ ഞാൻ ഇലക്ഷന്റെ സമയത്ത് ഞാൻ എൻ്റെ പ്രൊപ്പഗാൻഡിൽ ആദ്യം പറഞ്ഞത് എൻ്റെ അച്ചീവ്മെന്റ് ഇതായിരിക്കും, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഇയർ കോളേജ് മിക്സഡ് ആക്കുമെന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഇയർ കോളേജ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു. രഘു ഒക്കെ അന്ന് വളരെ നല്ല കുട്ടിയായിരുന്നു. ഒരു കാര്യങ്ങൾക്കും ഒരു പെൻസിൽമാർക്ക് ഇവിടെ നമ്മുടെ ഗോഡ് ഫാദർ ആയിരുന്നു എല്ലാ കാര്യത്തിലും. എന്നെ അഡ്വൈസ് ചെയ്യുന്ന ആളായിരുന്നു. അതെ അതെ. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ധാർവാഡിലേക്ക് പോയി. അത് ക്രിമിനോളജി പഠിക്കാനായിട്ട്. അവിടെ ക്രിമിനോളജി പഠിച്ചു. 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അവിടെ പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ PG ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് കാലം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ കയറി ഞാൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. ഇതാണ് എൻ്റെ ചരിത്രം. ഭാര്യ കോളേജിൽ നിന്ന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ട് റിട്ടയർ ചെയ്തു. മക്കൾ 3 പേരാണ്. മൂത്ത മകള് ദുബായിലാണ്, 2 പെൺകുട്ടികളുണ്ട്. രണ്ടാമത്തവൻ കാനഡയിലാണ്, അവിടെ സെറ്റിൽഡാണ്, 2 ആൺകുട്ടികൾ. ഇളയ മകള് ഓസ്ട്രേലിയ, സിഡ്നിയിലാണ്, അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു.
ഞങ്ങൾ രണ്ടുപേരും നാട്ടില് തെക്കോടൊക്കെ നടക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭാഗ്യം കുട്ടികളെ നോക്കണം. അതാണ് അവിടെ പ്രശ്നം. ഓരോ സ്ഥലത്തേക്കും വിളിയാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ചുറ്റുപാടില്ല പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പോയി ഇവിടെ പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് എനിക്ക്. ഇപ്പോഴും സജീവമാണ് പല കാര്യങ്ങളിലും. അങ്ങനെ മുന്നോട്ട് നീങ്ങും. ശരിക്കും വീട് ഞാറക്കലാണ്. തൊട്ടടുത്ത് തന്നെയാണ് നായരമ്പലം നെടുങ്ങാട് എന്ന് പറയും. അപ്പൊ ഞങ്ങള് നൈബേഴ്സ് ആണ്. മൈക്കെടുത്ത് സംസാരിച്ചോളൂ. അപ്പൊ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. വർക്ക് ചെയ്തില്ല. ഹലോ, എൻ്റെ പേര് സ്റ്റീഫൻ, വൈഫ് ആനി. അപ്പൊ ഞങ്ങള് എൻ്റെ ശരിക്കും വീട് ഞാറക്കലാണ്. അപ്പൊ ഞങ്ങള് നൈബേഴ്സ് ആണ് തൊട്ടടുത്ത്. പിന്നെ കോളേജിൽ ഞങ്ങൾ ബിൽഡിങ്ങിൽ പഠിക്കുമ്പോൾ കസ്തൂരി എൻ്റെ തൊട്ട് നൈബറാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് ഡാനി. ഞങ്ങൾ അപ്പോൾ എല്ലാവരും കൂടി പഠിക്കുന്ന സമയത്ത് ജോണി മേനാച്ചേരി, ജോൺ അഡോൾഫോസ്, കസ്തൂരി രംഗൻ, രാധാരമണൻ, ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ ആ ഗ്യാങ് ഇപ്പം എല്ലാം വിട്ടുപോയി. എന്നാലും ഞാനും ജോണിയും കൂടി അന്ന് ഇത് ഗ്യാങ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ എപ്പോഴും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചുറ്റൂര് പോയി അവിടെ താമസിച്ചിരുന്നു. ആ സമയത്ത് ജോണിയുടെ വീട്ടിലാണ് പോയിരുന്നു. അപ്പൊ ജോണിയുടെ വീട്ടില് അപ്പനായിട്ട് വലിയ ഇതാണ്, അവന്റെ അപ്പച്ചനായിട്ട് വലിയ ക്ലോസ് ആയിരുന്നു. അപ്പച്ചൻ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് പ്രീഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച ബികോമിന് പോയി ചേർന്നു. ബികോമിന് എന്നിട്ട് എനിക്ക് അക്കൗണ്ടൻസി കോഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്തു വന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു എയർ കണ്ടീഷനിങ് കോഴ്സ് പാസ്സായി. ഗുജറാത്തിൽ പോയി 2 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ദുബായിക്ക് പോയി 2 വർഷം ചെയ്ത്. പിന്നെ അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഫാദറിനൊരു ഡെക്കറേഷൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എറണാകുളത്ത്, ഭാരത് ഡെക്കറേഷൻ. പിന്നെ അതൊരു 40 വയസ്സ് വരെ നടത്തി. അപ്പൊ ഞാൻ ഭീകരനായിരുന്നു, എല്ലാവരോടും ഉടക്കുമായിരുന്നു. 40ാമത്തെ വയസ്സിൽ ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി കംപ്ലീറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ ചിറ്റൂർ ധ്യാനത്തിൽ സ്പിരിച്വൽ കൗൺസിലറായിട്ട് ചെയ്യുക. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇടയ മോന് 3 കുട്ടികളുണ്ട്. മൂത്താൾക്ക് കല്യാണം കഴിച്ചിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് പോകണം. 3 പെൺകുട്ടികളാണ്. എൻ്റെ പേര് ജോസഫ് വർഗീസ്, വൈഫിൻ്റെ പേര് എലിസബത്ത്. ഞങ്ങൾ ഇവിടെ ലോക്കൽ, ഞാൻ ഡേ സ്കോളറായിരുന്നു. ഇവിടുന്ന് 5 മിനിറ്റ് കാണുന്ന മതിയായിരുന്നു. യോണി പറഞ്ഞ പോലെ എല്ലാവരും കലാപരിപാടി തിരഞ്ഞെടുക്കൽ തന്നെയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി ഇവിടെ വള്ളക്കാർ വരും. വള്ളക്കാരുടെ കഴുക്കോല് മേടിച്ച് കുത്തിയാണ് നമുക്ക് കാലൊക്കെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായി. അങ്ങനെ പോണ പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ട്. അവിടെ പഠിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ആന്റണിയുടെ ബ്രദറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരള ഫിഷറീസ്, സെൻട്രൽ ഫിഷറീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ സിഗ്നെറ്റ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാലം യൂണിവാൻ ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കാൻ വേണ്ടി ഇവിടെ ഫാദറിന് ഇവിടെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ചാരിയറ്റ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഇതിലായിട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ അവിടെ ജോണിക്കറിയാം, ഹൈക്കോടതിയുടെ അവിടെ അവർ ചാരിയറ്റ് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റേ ജോലികളൊക്കെ വിട്ട് 99 ഞാൻ വിട്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങി 30 വർഷം. വിസിറ്റ് വണ്ടി. അപ്പം അങ്ങനെ വന്നത് ഹൗസ് വൈഫാണ് പുള്ളിക്കാരത്തി. ഞങ്ങൾ പേര് പറഞ്ഞില്ല, പേര് ആണല്ലേ. കുട്ടികൾ 2 പേരാണ്. മൂത്താള് പെൺകുട്ടി BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ലേക്ക് ഷോറിൽ ഒരു 3 വർഷം വർക്ക് ചെയ്ത്. ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിർത്തി. മരുമോൻ ചാർജിൽ കുറേ കാലം വർക്ക് ചെയ്ത്. പിന്നെ ഇപ്പം മാരിയറ്റിലാണ്. ഇന്നലെ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ മദ്രാസിൽ മെറിഡിയനിൽ കിട്ടി, അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ പ്രൊമോഷനോടുകൂടി FOM ആയിട്ട് കിട്ടി. അങ്ങോട്ട് പോയ 15-ാം തീയതി അവിടെ ജോലി ചെയ്തു. പിന്നെ രണ്ടാമത്തത് മോനാണ്. മോനും SSG തന്നെ പഠിച്ചത്. അവർ വന്നപ്പോൾ +1 +2 ആയി. അവരവിടെ തന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്
കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് IBSൽ ഒരു 8 വർഷം വർക്ക് ചെയ്ത് അത് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ സ്ട്രെസ് ഭയങ്കരമാണ്, അതുകൊണ്ട് അത് റിസൈൻ ചെയ്തിട്ട് അത് അയർലൻഡിലെ MS-ന് പോയി. അവിടെ ഭാഗ്യത്തിന് കോളേജ് ടോപ്പായിരുന്നു. അപ്പോൾ തന്നെ ജോലിയും കിട്ടി. ഒരു നല്ല പൊസിഷനിൽ സീനിയർ എഞ്ചിനീയറായിട്ട് അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞു. മോൻ അവിടെ അയർലൻഡുകാർക്ക് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചായിരുന്നു കല്യാണം. അത് കഴിഞ്ഞപ്പോൾ അവർ പോയി. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കണം, പോയിട്ടില്ല. അതാണ് എന്നുള്ളത്. ഒരു വാക്ക് പറഞ്ഞു. എന്തായാലും കുറച്ചുകൂടി പറയാനുണ്ടെന്ന് തേങ്ങയിട്ടില്ല പറയാനാ ഞാൻ അതല്ല വന്ന് കഴുക്കൂല് മേടിച്ച് വള്ളക്കാര് വരുമ്പോ അവര് കഴുക്കൂല് വാങ്ങും. തെങ്ങ കയറുന്നില്ല, കുത്തിയിടും. ഇപ്പൊ രക്ഷയില്ല, ഇപ്പൊ എല്ലാം ആയിട്ടായി. അവന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മള് പഠിച്ച കോളേജിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട് ഭയങ്കര സ്റ്റൈലറാക്കിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഗാലറി ക്ലാസ് ഒക്കെ നല്ല ഹോളാക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ കൂടാൻ നോക്കാം. ഒരു 4-5 ഹോളുകൾ റെഡി. എനിക്കൊരു സജഷൻ ഉണ്ട്. ഇഫ് എവരിബഡി പെർമിറ്റ്സ് നമുക്ക് ലഞ്ച് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് കറങ്ങി 2 സ്നാപ്പ് എടുത്തിട്ട് വരാം. ഒരു സ്നാപ്പ് എടുത്തിട്ട് എല്ലാവർക്കും പിരിയാം. എല്ലാവരും അവനവൻ്റെ വണ്ടിക്കല്ലേ വന്നത്. പറ്റുമെങ്കിൽ ദിസ് മൈ സജഷൻ. അതെ, തീർച്ചയായിട്ടും. യെസ്. അല്ല, ക്യാൻ വി ഗോ ആൻഡ് ഹാവ് സം സ്നാപ്പ് ടുഡേ? നോ, ഹോളിഡേ ആയിരിക്കും. അല്ല, അത് വൈകുന്നേരം നമ്മൾ ചെല്ലുമ്പോഴേക്കും ക്ലാസ് ഒക്കെ പോയിട്ട്. അതെ അതെ അതെ. ഞാൻ ദേവരക്കാരനാണ്. നേരത്തെ ജോണി പറഞ്ഞേ എന്റെ ഫോട്ടോ അതിലില്ല. അപ്പൊ ജോണി പറഞ്ഞ അതിന്റെ പൈസ കൊടുക്കാനായിട്ടായിരിക്കും. ഞങ്ങൾ 5-6 പേര് 80 പേരെ കൊള്ളൂലല്ലോ. അപ്പൊ ഞങ്ങള് ദേവരക്കാര് ജോണി ആരിലൊക്കെ മാറിക്കൊടുത്ത. വൈഫിന്റെ വീട് നേരത്തെ കലൂരായിരുന്നു. ഇപ്പൊ അവര് പൂണേക്കരയിലാണ് താമസിക്കുന്ന. അവര് 4 പെൺമക്കളാണ്. ഞാൻ മൂത്താറ് കിട്ടിയേക്കണം ഞാനാണ്. അങ്ങനെ പോകുന്ന ഞങ്ങൾ കണ്ടാലും നന്നായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്. വേറെ കുഴപ്പമില്ല. അത് കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. She wanted to talk something about the make. അല്ല, എഡ്യൂക്കേഷൻ പറഞ്ഞില്ലെന്ന് ശരി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൺമുഖൻ. വീട് അരൂരാണ്. ഞാൻ പ്രീ ഡിഗ്രി തോറ്റിട്ട് മഹാരാജ് കോളേജിൽ പിന്നെ ചേർന്ന് കേൾക്കാവോ? പ്രീ ഡിഗ്രി തോറ്റുപോയി. അത് കഴിഞ്ഞ് ചാൻസിൽ പാസ്സായി. ഒന്നും കിട്ടാനിട്ട് പിന്നെ മഹാരാജ് കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് ചേർന്ന് ആ സമയത്ത് KSRTC കണ്ടക്ടറായിട്ട് കിട്ടി. പിന്നെ കൺട്രോൾ ഇൻസ്പെക്ടറായിട്ട് ഞാൻ റിട്ടയർ ചെയ്ത് 2013. വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ സിവിൽ ഡിപ്ലോമ സിവിൽ പാസ്സായെങ്കിലും പല ടെസ്റ്റ് ജോലിയൊന്നും ആയില്ല. പിന്നെ വീടും പിള്ളേരും അടുക്കളയൊക്കെ ആയിട്ട് അങ്ങനെ ഹൗസ് വൈഫായിട്ട് താമസിക്കുകയാണ്. 2 ആൺമക്കളാണ്. ഒരാൾ MCA കഴിഞ്ഞ് ഇവിടെ കാക്കനാട് ഒരു പിന്നെ IT കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട്. ഇളയവൻ റൂറൽ ലൈൻ പാസ്സായിട്ട് കോയമ്പത്തൂര് എല്ലാ ഇന്ത്യ ഓട്ടോമോട്ടീവ്സ് എന്ന കമ്പനിയിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരാളുടെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുമകളുമുണ്ട്. ഇതാണ് എൻ്റെ ഹിസ്റ്ററി. ദേവരക്കോളയിലെ ആക്ടിവിറ്റീസിൽ ഇപ്പം ഇതിനകത്ത് നരേന്ദ്രൻ്റെ പരിചയമുണ്ട്, ജഹുവിൻ്റെ പരിചയമുണ്ട്. ഇപ്പം ഈ കൂടിയ ബാച്ചിന്. പിന്നെ ഇപ്പം എൻ്റെ മുമ്പ് സംസാരിച്ച ജോസഫ് എൻ്റെ പെങ്ങളെ അരൂര് കല്യാണം കഴിച്ചോണ്ട് കൂടിയായിട്ട് ഇറങ്ങിയ ആളാണ്. ഈ നരേന്ദ്രൻ്റെ ചേട്ടനുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ പരിചയം, സുഖത. കാരണം എനിക്ക് സീനിയേഴ്സുമായിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ടുള്ള ടീം കംപ്ലീറ്റ് ഗ്രാജുവേഷൻ പാർട്ടിയായിരുന്നു. അപ്പൊ അവരുമായിട്ടാണ് എന്റെ കമ്പനി. അങ്ങനെയാണ് ശോധനമായിട്ട് പരിചയപ്പെട്ടത്. നരേന്ദ്രന്റെ അത്രയും പരിചയമില്ലായിരുന്നു. ഉഴപ്പിന്റെ രാജാവായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിലെ പിള്ളേരെ ആരും പരിചയമില്ല. ക്ലാസ്സിൽ കയറിയ ആൾക്കാരെ അറിയാൻ പറ്റും. നന്നായില്ലേ? എല്ലാവരെയും കാണാൻ സാധിച്ചതിന് സന്തോഷമുണ്ട്. വലിയ പരിചയമില്ലെങ്കിലും പുള്ളി നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഇൻഫർമേറ്റീവായിട്ടുള്ള കുറേ കാര്യം, അതായത് പ്രായോഗികമായിട്ടും മറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ വേറൊരു തിരുത്തെനിക്കുണ്ട്. ഞാൻ കോളേജ് ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കണ ബാച്ചിലേഴ്സ് ആയിരുന്നപ്പോൾ. മിക്സഡ് ആയിക്കഴിഞ്ഞപ്പോൾ കൺട്രോൾ ചെയ്യും. ആർക്കെങ്കിലും അച്ഛനൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് പറയും അവിടെ നിന്നൊക്കെ ആരാണ് നിൽക്കുന്നത്. ഒരു പ്രാവശ്യം ഉഷാവുതിപ്പ് വന്ന് അവിടെ വന്ന് ഭയങ്കര പോപ്പ് മ്യൂസിക്കും മറ്റും ഇതൊക്കെ നടത്തി.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അച്ഛനോട് ഒന്ന് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഉടനെ പോയി കളഞ്ഞു. അച്ഛനെ ഓടിച്ചു, അച്ഛനെ ഓടിച്ചു. അപ്പോൾ നമ്മൾ കുറേ എൻജോയ് ചെയ്യും. ശരിക്കും തേവര കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ഇതാണ്. പഠിക്കാൻ ഞാൻ വളരെ മോശമാണ്. പ്രീ ഡിഗ്രിക്ക് ഫിസിക്സിന് തോറ്റു. അത് പിന്നെ അവർ കോളേജിൽ നിന്നാണ് പിന്നെ അതായിട്ട് പാസ്സായി വന്ന് പിന്നെ ഡിഗ്രി വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം, ഇത് അന്നത്തെ കാലത്ത് സെൽഫ് ഫൈനാൻസ് കോളേജില്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എത്ര ഡോക്ടർമാരാണെന്ന് ഇവിടെ ഇരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ നരേന്ദ്രനെ പോലെയുള്ളവരൊക്കെ പിടിച്ചു കയറിയ എഞ്ചിനീയർമാരായി. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ പോയി. പിന്നെ കുറേ കാലത്ത് ഗൾഫിലുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നു.